ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് അയില മുളകിട്ടതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ലെമൺ സൈസ് പുളി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചട്ടിയിലാട്ടാ ചെയ്യുന്നത്. അതൊന്ന് ചൂടായി വന്നതിനാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ആക്കാൻ വേണ്ടി നോക്കാം, എങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറിയ പീസ് മതിയേ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചതക്കിയത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇപ്പം ഞാൻ 3 വെളുത്തുള്ളി ചതക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒന്നെടുത്തിട്ടുണ്ട്. അഥവാ വലിയ ഉള്ളി ആണെങ്കിൽ പകുതി മതിയാവും. അപ്പോൾ ഉള്ളി ചേർത്തിട്ട് നമുക്ക് ആ ഉള്ളി ഒന്ന് വാട്ടിയിട്ടെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തന്നെ മുറിച്ചിട്ടിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇപ്പം കാശ്മീരി ചില്ലി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലധികം പൊടികളും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തന്നെ ഇടുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ നമ്മളെ തലശ്ശേരി സൈഡ് എങ്ങനെയാണ് മുളകിടലെന്ന് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു 2 പൊടി മാത്രമേ ചേർക്കലുള്ളൂ, മഞ്ഞളും മുളകും മാത്രം. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പം നല്ല വലുപ്പമുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. അപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച ആ പുളി കുരുവെല്ലാം കളഞ്ഞിട്ട് വെള്ളം മാത്രം ആക്കിയിട്ടെടുത്തതാണ്. അപ്പോൾ ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതാ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ പുളിവെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീനൊന്ന് വെന്ത് വന്നോട്ടെ. അങ്ങനെ മീൻ വേവാൻ കുറേ ടൈമൊന്നും വേണ്ട. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മതി ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇത് മീനെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.